ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെയിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്ന് ഏരീസിൻ്റെ സൈനിൽ മാർച്ച് 21 മുതൽ ഏപ്രിൽ 19 വരെ വരുന്നവരാണ് ഏരീസിൽ വരുന്നത്. അവരുടെ റീഡിങ് എടുക്കാം. മേഡം രാശിക്കാരുടെ 1 വീക്ക് നിങ്ങളുടെ എങ്ങനെ പോകുമെന്നും ടാരോനോട് ചോദിക്കാം. ഏരീസിൻ്റെ എനർജിയാണ് എടുക്കാൻ പോകുന്നത്. ഞാനിതിൽ 3 കാർഡ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഏരീസ് ആൾക്കാരുടെ മേഡം രാശിക്കാരുടെ 3 കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നോക്കാം. 3 കാർഡ് എല്ലാം കപ്പാണ് കിട്ടിയിരിക്കുന്നത്. കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസാണ്, വികാരമാണ്. ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും. ഇത് നോക്കാം. 4 ഓഫ് കപ്പിൽ ഒരു കുട്ടി ഇങ്ങനെ സാഡായിട്ടിരിക്കുകയാണ്. 4 കപ്പുണ്ട്, 3 കപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. അത് കൂടാണ്ട് അവസരങ്ങളായിട്ട് വേറൊരെണ്ണം എയറിൽ നിന്ന് ഒരു ആകാശത്തു നിന്ന് ഒരു കപ്പ് ഈ കുട്ടിയുടെ നേരെ നീട്ടുന്നുണ്ട്. പക്ഷേ ഇവൻ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഏത് ചെയ്യണം ഏതെടുക്കണം എന്നൊക്കെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ അടുത്തത് വരുന്നത് 7 ഓഫ് കപ്പാണ്. 7 ഓഫ് കപ്പിലും നോക്കുക, ഇത് 7 കപ്പുണ്ട്. ഇതിലെല്ലാത്തിലും ഓരോരോ ഹിഡൻ ക്യാരക്ടേഴ്സ് ഈ കപ്പിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ധനമുണ്ട്, പിന്നെ ചിലതിൽ ഡെവിളുണ്ട്, ചിലതിൽ പാമ്പുണ്ട്. അപ്പോൾ ഇതാകെ കൂടി കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. മുമ്പിൽ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം, എന്ത് സെലക്ട് ചെയ്യണം, ഏതാണ് കുഴി, ഏതാണ് നമ്മുടെ സക്സസ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 1 വീക്ക് പോവുക. ഏരീസിൻ്റെ എനർജിയാണ്. ഓപ്ഷൻസും വരും, പല സജഷൻസും വരും. അതിലേതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കുക എന്നാണ് ടാരോ പറയുന്നത്. ആകെ കൂടി കൺഫ്യൂഷനായിട്ടിരിക്കുന്ന സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ മുമ്പിൽ കാണുന്ന അവസരങ്ങളൊക്കെ എടുത്തു ചാടി പോവാതെ അതിനൊന്ന് അനലൈസ് ചെയ്ത് ഒന്ന് വിശകലനം ചെയ്ത് അത് ഓക്കെ ആണോ അല്ലയോ എന്ന് മാത്രം ശ്രദ്ധിച്ചതിന് വേണ്ടി ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക എന്നാണ് ടാരോ പറയുന്നത്. ആ എടുക്കുന്ന ഡിസിഷൻ സക്സസ് ആയിരിക്കും. ഇത് നോക്കാം. ഇതൊരു പാർട്ടി മൂഡാണ്, ഒരു സക്സസ്, ഒരു എന്താ പറയണേ, ഒരു വിജയത്തിൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ അതാണ് ടാരോ പറയുന്നത്. ആകെ ഒരു മടി പിടിച്ച് അലസമായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ട് നിറയെ അവസരങ്ങൾ മുമ്പിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരും. അതിനെ വൈസ്ലി സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലിബ്രേറ്റ് മോഡിലേക്ക് നിങ്ങളുടെ ആ ഡിസിഷനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ടാരോ പറയുന്നത്. 1 വീക്ക് വികാരത്തിന് അടിമപ്പെടാതെ ബുദ്ധിയെ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.